ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഈസ്റ്ററൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ ചെറിയൊരു ഈസ്റ്ററിൻ്റെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ നോമ്പ് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്ന് ഈസ്റ്റർ ആയല്ലേ. രാവിലെ ഞങ്ങൾക്ക് ബ്രെഡും സ്റ്റൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ. ഇഷ്ടമായാ? ഐറോൺ ഇങ്ങനത്തെയൊക്കെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പച്ചൻ ഇളയ മോളെ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ഞാനിവിടെ നമ്മളിന്ന് അധികം കറികളൊന്നും വെക്കുന്നില്ല. ചിക്കനും പോർക്കും മാങ്ങാക്കറിയും ഒരൊലത്ത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള സവാളയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു പണി കഴിയുമല്ലോ. പോരാത്തതിന് ഞങ്ങളുടെ അപ്പച്ചന് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബീഫ് സാധനം റെഡ് മീറ്റ് ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തത സഹചാരിയാണ് ഈ ബെൽറ്റ്. എൻ്റെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ബെൽറ്റ് ഇടാണ്ട് അങ്ങനെ നടക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴത്തെ പോലെ ആസ് യൂഷ്വൽ എൻ്റെ മോൾക്ക് ബോറടിച്ചു തുടങ്ങി. ഇനി എന്ത് ചെയ്യും, എന്ത് കളിക്കും അമ്മേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു പണി ചെയ്യ്, നമുക്ക് ഈസ്റ്റർ എഗ്ഗ് ഉണ്ടാക്കാം, എഗ്ഗിന് നമുക്ക് കളർ ചെയ്യാമെന്നും പറഞ്ഞു അവിടെ കുറച്ച് നേരം പിടിച്ചെത്തിയേക്കാണ്. കൂടെ ഇളയാളുണ്ട്. ഇളയാൾക്ക് ഇങ്ങനെ സ്കെച്ചൊക്കെ എടുത്ത് കളയുക അങ്ങനത്തെ വിനോദങ്ങളാണ്. എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. അങ്ങനെന്താ എഗ്ഗിന് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇപ്പം അതും ബോറടിച്ച് തുടങ്ങിയ ആൾക്ക്. ചൂടെടുത്തിട്ട് പാടില്ല പോലെ അടുക്കളയിൽ ഏസി വെക്കേണ്ടി വരുന്നതാണ്. ഞങ്ങളിപ്പോൾ വേഗം പണി തീർക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങൾ തലേദിവസം തന്നെ പോർക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ പോർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി പുറത്ത് ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഫാൻ്റെ അടിയിൽ വന്നിരിക്കും. അപ്പോൾ ഇവിടെ അച്ചാച്ചനും മക്കളും കൂടി പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഇതൊക്കെ ആയിട്ട് ചേച്ചി കാണിക്കുന്നത് എന്താണെന്ന് നോക്കി ആണ് ഇതൊക്കെ കാണിക്കുന്നത്. ചേച്ചി കാണിക്കുന്ന പോലെ കാണിക്കുന്നതാണ്. ചൂടായതുകൊണ്ട് തന്നെ അപ്പച്ചൻ കടയിൽ പോയി വന്നപ്പോൾ സിപ്പപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൂടായതുകൊണ്ട് സിപ്പപ്പിന് ഇപ്പം നല്ല ഡിമാൻഡ്. കഴിച്ചപ്പോൾ ഒരു ആശ്വാസമായി. നോക്കി അപ്പച്ചൻ വെയിലത്തുനിന്ന് വന്ന പറഞ്ഞ് വേഗം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കറികൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പോർക്ക് ഇത്തിരി റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. തേങ്ങാക്കോത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ ഒരു കളറ് തോന്നുന്നില്ല. അമ്മച്ചിയുടെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഞങ്ങളുടെ ചോറൊക്കെ റെഡിയായി. പോർക്കും ചിക്കനും അച്ചിങ് കൊളുത്തിയതും മാങ്ങാക്കറി ഇത്രയും ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇതിൻ്റെ പങ്ക് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.